ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി. നമ്മുടെ ഓണം ഇങ്ങ് അടുത്തെത്തിയില്ലേ? യെസ്, ഇന്ന് ഉത്രാടമാണ്. നാളെയാണ് തിരുവോണം. നാളത്തെ തിരുവോണത്തിന് സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഉത്രാട പാച്ചിലാണിന്ന്. യെസ്, ഉത്രാട പാച്ചിലാണെന്ന്. നാളെയാണ് സാക്ഷാൽ തിരുവോണം. നമ്മുടെ ഓണ സദ്യ നാളെയാണ്. അതെ, നമ്മുടെ ഈ ഓണത്തിന് സദ്യ വിളമ്പുന്നതില് കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മള് തീർച്ചയായിട്ടും ഇല ഇടത് സൈഡിലാണ് ഈ ഇലയുടെ തുമ്പ് തുമ്പ് വെക്കുന്നത്. വരേണ്ടത്, എന്നിട്ട് നമ്മുടെ കറികളൊക്കെ ഇടത് സൈഡിൽ നിന്നാണ് വിളമ്പി വിളമ്പി തുടങ്ങുന്നത്. തുടങ്ങേണ്ടത്. ഇഷ്ടം പോലെ കറികളുണ്ട്. യെസ്, ഉപ്പ്, ഉപ്പേരി, ശർക്കര ശർക്കര വരട്ടി, വരട്ടി, പഴം, പപ്പടം, പപ്പടം, പിന്നെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, ഓലൻ, കാളൻ, അവിയല്, പച്ചടി, കിച്ചടി, അങ്ങനെ പിന്നെ തുടങ്ങി പരിപ്പ്, സാമ്പാറ്, രസം, രസം, മോര്, പായസം, പായസം. മോര്, യെസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. 27 ഐറ്റംസ് ഉണ്ട് നമ്മുടെ 27 ഐറ്റമാണ് സദ്യയില്. ട്രഡീഷണൽ ആയിട്ട് മലയാളികളുടെ ഈ ഓണസദ്യക്കുള്ളത്. അപ്പൊ ഇത്രയ്ക്കും ന്യൂട്രിയന്റ് ആയിട്ടുള്ള അല്ലേ അതെ, ഇത്ര ന്യൂട്രീഷ്യസും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റും ഉള്ള വേറെ ഫുഡ് ഉണ്ടോ എന്ന് എന്ന് തന്നെ തന്നെ നമുക്ക് സംശയമാണ്. സംശയമാണ്. അത്രയ്ക്ക് കാണുമായിരിക്കും, പക്ഷെ നമ്മുടെ ഫേവറേറ്റ് സദ്യയാണ്. യെസ്, അത്രയ്ക്ക് വളരെ മനോഹരമാണ് മലയാളികളുടെ ഓണസദ്യ എന്ന് പറയുന്നത്. ഓണസദ്യയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇല എന്ന് പറയുന്നത്, വാഴയില. അതെ, ഈ വാഴയില കാണുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. ഇപ്പൊ പേപ്പർ വാഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും എങ്കിലും നമ്മുടെ ശരിക്കുള്ള വാഴയിൽ നിന്ന് വെട്ടിയ വാഴയില വെച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് യെസ്, നമുക്ക്. അപ്പൊ ഈ പറയുന്ന വാഴയിലയ്ക്ക് വേണ്ടി ഒരു 6 കോടിയോളം രൂപയുടെ ബിസിനസ് ആണ് കേരളത്തിൽ ഓണക്കാലത്ത് നടക്കുന്നത്. നടക്കുന്നത്. ഈ ഇലകൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇടനിലക്കാരുണ്ട്. ഏകദേശം 4 മുതൽ 5 രൂപ വരെയാണ് ഒരു വാഴയിലയ്ക്ക് നമ്മൾ ഇപ്പൊ ഓരോ കൊടുക്കുന്നത്. കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു വാഴയിൽ നിന്ന് വാഴയില മുറിച്ച് നമുക്ക് ഓണസദ്യ ഉണ്ടുകൂടാ. ഓണസദ്യ ഉൾപ്പെടും. മാത്രല്ല ഈ പറയുന്ന വാഴയില പോലെ തന്നെ വാഴയിൽ നിന്ന് വരുന്ന വേറെ നമ്മുടെ പഴം വെച്ചൊക്കെയാണ് നമ്മൾ ഈ ചിപ്സും അതുപോലെ തന്നെ ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നത്. നമ്മള് ക്രിസ്മസ് കേക്ക് കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ വീട്ടുകാരൊക്കെ ഓണക്കാലത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ചിപ്സും നമ്മളും ശർക്കര വരട്ടിയൊക്കെ ശർക്കര. കൊടുക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ വാഴ ഒരു നിസ്സാരക്കാരനല്ല. വാഴ ഒരു സംഭവം തന്നെയാണ്. അതെ. ഓണക്കാലത്തെ ഒരു സ്റ്റാർ തന്നെയാണ് നമ്മുടെ വാഴ എന്ന് പറയുന്നത്. എന്തായാലും സമ്പൽ സമൃദ്ധിയുടെയും രുചിയുടെയും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പൊന്നോണാശംസകൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നേർന്നുകൊണ്ട് ആരംഭിക്കുന്നു ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്. കൂടെയുള്ളത് ടാനിയ ആൻഡ് ഫിബ്.